അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു ഡെയിലി ഡിഷസ്. ഇന്ന് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും നല്ലൊരു സ്നാക്കായിട്ടൊക്കെ എടുക്കാൻ പറ്റിയ ഗോതമ്പ് പൊടിയും പിന്നെ നമ്മൾ വീട്ടിലൊക്കെ കാണുന്ന കുറച്ച് ഇൻഗ്രീഡിയൻസും വെച്ച് നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അധികം ഓയിലൊന്നും യൂസ് ചെയ്യാതെ നല്ല ഹെൽത്തി ആയിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഞാനിത് തയ്യാറാക്കാൻ വേണ്ടി 2 കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. ഈ ഗോതമ്പ് പൊടി ഇനി നമുക്ക് കുഴച്ചെടുക്കാനുള്ളതാണ്. അപ്പോൾ നമുക്കിതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് വേണ്ട ഉപ്പും കൂടെ ചേർത്തിട്ട് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് വേണ്ട വെള്ളം കൂടെ ചേർത്തിട്ട് നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കുന്ന പോലെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് കൈവച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ട് നല്ലൊരു സോഫ്റ്റ് ഡോ ആക്കിയെടുക്കാം. ഇപ്പം മാവൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് വേണ്ട മസാലയൊക്കെ തയ്യാറാക്കുന്നവരെ ഇതൊന്ന് മാറ്റി വെക്കാം. അപ്പോഴേക്ക് മാവ് കുറച്ചും കൂടെ ഒന്ന് സോഫ്റ്റ് ആയിട്ട് വരും. ഇനി നമുക്ക് മസാല തയ്യാറാക്കാം. അപ്പോൾ ഞാനൊരു പാൻ ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വന്നതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 3 സവാള ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ സവാള ഒന്ന് വഴറ്റിയെടുക്കാം. കൂടുതൽ സമയം വെച്ചിട്ട് വഴറ്റിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. സവാളയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി ചെറുതായിട്ട് കളറൊക്കെ ഒന്ന് മാറി തുടങ്ങുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ സവാള ചെറുതായിട്ടൊന്ന് കളർ മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെടുത്തുള്ള ചേർത്ത് കൊടുക്കാം. 1.5 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെടുത്തുള്ള ചേർത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു 3-4 പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് കറിവേപ്പിലയും ചേർക്കാം. ഇനി ഇഞ്ചിൻ്റെ വെളുത്തുള്ളിൻ്റെയൊക്കെ ഒരു പച്ചമണം മാറി വരുന്നവരെ നന്നായിട്ടൊന്നും കൂടി ഒന്ന് വഴറ്റിയെടുക്കാം. ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നന്നായിട്ടൊന്ന് വഴന്ന് അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നാൽ പിന്നെ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, പിന്നെ 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്തിട്ട് ഈ മസാലയൊക്കെ ഒന്ന് മൂത്ത് വരുന്നവരെ ഒന്നും കൂടി വഴറ്റി കൊടുക്കാം. മസാലപ്പൊടികളൊക്കെ ചേർക്കുന്നതിന് മുന്നായിട്ട് തീ ഒന്ന് കുറച്ച് വെക്കാം കേട്ടോ, അല്ലെങ്കിൽ മസാലയൊക്കെ പെട്ടെന്ന് കരിഞ്ഞു പോവും. ഇപ്പോൾ മസാലപ്പൊടികളൊക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി കുറച്ച് മതി, ഒരു ചെറിയ തക്കാളിയുടെ പകുതി മതി. പിന്നെ 2 ചെറിയ ഉരുളക്കിഴങ്ങ് നല്ല ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാനൊരു ചെറിയ ക്യാരറ്റും കൂടെ ചേർക്കുന്നുണ്ട്. ഇനി നമുക്ക് വേറെ എന്തെങ്കിലും വെജിറ്റബിൾസ് വേണമെങ്കിൽ അതും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് വേണ്ട ഉപ്പും കൂടെ ചേർക്കാം. ഇനി ഇതെല്ലാം കൂടി ഈ മസാലയിലിട്ട് കുറച്ച് സമയം ഒന്ന് വഴറ്റിയെടുക്കാം. ഒരു 2-3 മിനിറ്റൊക്കെ ഒന്ന് വഴറ്റിയെടുത്ത ശേഷം പിന്നെ ഈ ഉരുളക്കിഴങ്ങൊക്കെ ഒന്ന് വെന്ത് വരാൻ വേണ്ടി കുറച്ച് സമയം ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. ഉരുളക്കിഴങ്ങ് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തുകൊണ്ട് പെട്ടെന്ന് വെന്ത് കിട്ടും. അപ്പോൾ തീ കുറച്ച് വെച്ചിട്ട് കുറച്ച് സമയം ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തുറന്ന് നോക്കി ഇളക്കി കൊടുക്കണം. ഇപ്പോൾ ഇതെല്ലാം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഉരുളക്കിഴങ്ങും ക്യാരറ്റും ഒക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇതിന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ഫില്ലിങ്ങിന് വേണ്ട മസാല റെഡി ആയിട്ടുണ്ട്. ഇനി ഈ മസാല ഒന്ന് ചൂടാറി വരണം. അപ്പോഴേക്ക് നമുക്ക് നമ്മൾ നേരത്തെ കുഴച്ച് വെച്ചിട്ടുള്ള മാവ് ഒന്ന് റെഡിയാക്കിയെടുക്കാം. മാവ് നമ്മൾ പൂരിക്കൊക്കെ എടുക്കുന്ന പോലെ ചെറിയ ചെറിയ ബോൾസ് ആക്കിയെടുക്കാം. ചെറിയ പൂരിക്കൊക്കെ എടുക്കുന്ന പോലെ ഇതുപോലെ ചെറിയ ബോൾസ് ആക്കി എടുത്താൽ മതി. ഇനി ഇത് ഓരോന്നായിട്ട് എടുത്തിട്ട് കൈവച്ചിട്ടൊന്ന് പരത്തി കൊടുക്കാം. ഇതുപോലെ കൈവച്ചിട്ടൊന്ന് പരത്തി കൊടുത്താൽ മതി. എന്നിട്ട് ഇതിൻ്റെ നടുക്കായിട്ട് കുറച്ച് മസാല വെച്ച് കൊടുത്തിട്ട് സൈഡൊക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്ത് ഇതൊന്ന് കവർ ചെയ്തെടുക്കാം. സൈഡൊക്കെ ഉള്ളിലേക്കൊന്ന് മടക്കി വെച്ച് കൊടുത്ത ശേഷം ചെറുതായിട്ട് കൈവച്ചിട്ടൊന്ന് പ്രസ് ചെയ്തിട്ടൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി ബാക്കിയുള്ളതെല്ലാം ഇതുപോലെ തന്നെ തയ്യാറാക്കിയെടുക്കാം. ഇപ്പോൾ ഞാൻ എല്ലാതും ഇതുപോലെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഇനി കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. കൂടുതൽ ഓയിലൊന്നും വേണ്ട, കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് നമ്മളിത് തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി.
അപ്പോൾ തീ കുറച്ച് വെച്ചിട്ട് രണ്ട് സൈഡും തിരിച്ചും മറിച്ചു വിട്ടിട്ട് നല്ലൊരു ഗോൾഡൻ കളറാവുന്നവരെ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിലേക്ക് തീരെ ഓയിലൊന്നും പിടിക്കില്ല. നമ്മളിത് മുഴുവൻ ഫ്രൈ ചെയ്തെടുത്താലും ഓയിൽ ബാക്കി കാണും. നമുക്ക് നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആയോ അല്ലെങ്കിൽ ഒരു സ്നാക്കായിട്ടൊക്കെ തയ്യാറാക്കി എടുക്കാൻ പറ്റിയ നല്ല സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പിയാണിത്. നമ്മളെ വീട്ടിലൊക്കെ എപ്പോഴും കാണുന്ന കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമുക്കിത് ഈസി ആയിട്ട് തയ്യാറാക്കി എടുക്കുകയും ചെയ്യാം. ഇപ്പോൾ ഇതിൻ്റെ രണ്ട് സൈഡും നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഓയിലിൽ നിന്ന് മാറ്റി കൊടുക്കാം. എന്നിട്ട് ഇതേ രീതിയിൽ നമുക്ക് ബാക്കിയുള്ളതെല്ലാം ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പം ഞാൻ എല്ലാതും ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കിയിട്ട് അഭിപ്രായം എന്നെ കമൻറ്റിലൂടെ അറിയിക്കാൻ മറക്കരുത്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ അടുത്ത നല്ലൊരു റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.